നമസ്കാരം, എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായി ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ശനി എന്ന് പറയുന്നത് ആത്മകാരകനും കർമ്മകാരകനുമാണ്. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾക്കനുസരിച്ചുള്ള ഫലം തരാനുള്ള അധികാരവും അവകാശവും ശനിക്ക് മാത്രമാണ്. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന കർമ്മഫലങ്ങൾക്കനുസരിച്ചുള്ള അനുഗ്രഹം തരുന്നത് ശനിയാണ്. നല്ല കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് തീർച്ചയായും നല്ല ഫലങ്ങളായിരിക്കും ശനി നൽകാൻ പോകുന്നത്. ഇവിടെ 29 മാർച്ച് 2025 ശനിമാറ്റം വഴി തുലാം രാശിക്കാർക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത് എന്നാണ് നമ്മൾ വിശകലനം ചെയ്യാൻ പോകുന്നത്. ഇവിടെ 2025 ശനി സംക്രമ സമയത്ത് തുലാം രാശിയുടെ 4ാമത്തെയും 5ാമത്തെയും ഭാവങ്ങളെ നിയന്ത്രിക്കുന്ന ശനി നിങ്ങളുടെ 6ാമത്തെ ഭാവത്തിലേക്കാണ് മാറുന്നത്. 6ാം ഭാവത്തിലേക്ക് മാറുന്ന ഈ ശനി നിങ്ങൾക്ക് കുറേ നാളുകളായി അനുഭവിച്ചുകൊണ്ടിരുന്ന പ്രയാസങ്ങളൊക്കെ മാറ്റി ഒരു നല്ല ഫലങ്ങളായിരിക്കും നൽകാൻ പോകുന്നത്. അതുകൊണ്ട് ഈ ഒരു ശനിമാറ്റം നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും അനുകൂലമായിരിക്കുമെന്ന് തന്നെ പറയാം. എതിരാളികളുടെ മേൽ വിജയം നിങ്ങളുടെ പ്രൊഫഷണൽ മേഖലയിൽ മെച്ചപ്പെട്ട സ്വാധീനവും വാഗ്ദാനം ചെയ്യുന്നു. അതായത് നിങ്ങൾക്ക് ഉണ്ടായിരുന്ന ശത്രുക്കളെയൊക്കെ ജയിച്ച് നിങ്ങൾക്ക് പ്രൊഫഷണൽ മേഖലയിൽ ഒരുപാട് ഉന്നതകളിലെത്താൻ സാധിക്കും. കുറച്ച് നാളുകളായി നിങ്ങൾക്ക് പ്രൊമോഷൻ സാധ്യതകളൊക്കെ തടയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറ്റപ്പെട്ട് എല്ലാ മേലുദ്യോഗസ്ഥന്മാരും നിങ്ങൾക്ക് അനുകൂലമായി വരികയും അത് നിങ്ങളുടെ കരിയറിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുമെന്നർത്ഥം. ജോലിയിലെ നിങ്ങളുടെ ഉത്സാഹത്തോടെയുള്ള പരിശ്രമങ്ങൾ, അതായത് ഉത്സാഹത്തോടെയുള്ള നിങ്ങളുടെ പരിശ്രമങ്ങൾ അർഹമായ പ്രതിഫലം നൽകും. പ്രത്യേകിച്ച് ഈ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ സെയിൽസ് ഡിപ്പാർട്ട്മെന്റിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് അവരുടെ ആ ഒരു ടാർഗറ്റൊക്കെ അച്ചീവ് ചെയ്ത് ആ ഒരു കമ്പനിയിൽ മികവുറ്റ ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാനൊക്കെ സാധിക്കും എന്നർത്ഥം. മത്സര വെല്ലുവിളികളെ അതിജീവിക്കാൻ നിങ്ങളെ വളരെയധികം പ്രാപ്തരാക്കും ഈ ശനി. അതായത് ഏത് മത്സര വെല്ലുവിളികൾ വന്നാലും അതിനെയൊക്കെ നിങ്ങൾക്ക് തരണം ചെയ്ത് അതിനൊക്കെ ഫലങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കുമെന്നർത്ഥം. ആരോഗ്യ പ്രശ്നങ്ങൾ ചില സമയങ്ങളിൽ നിങ്ങൾക്ക് അനുഭവപ്പെടാം. പ്രത്യേകിച്ച് ജൂലൈ മുതൽ നവംബർ മാസം വരെയുള്ള കാലയളവിൽ അലസത വരാനുള്ള സാധ്യതയുണ്ട്. പല കാര്യങ്ങളും ചെറിയ രീതിയിലുള്ള അലസതകളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. കാരണം നിങ്ങൾക്ക് ഈ ഒരു ശനിമാറ്റം വഴി നല്ല നല്ല പോസിറ്റീവായിട്ടുള്ള കുറേ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഈ ജൂലൈ നവംബർ മാസങ്ങളിൽ നിങ്ങൾ ചെറിയ രീതിയിൽ ഒരു അലസതയൊക്കെ കൊണ്ട് നടക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി ആ അലസതയിൽ നിന്നൊക്കെ വിട്ടൊഴിഞ്ഞ് നിങ്ങൾ നല്ല രീതിയിൽ തന്നെ സ്ഥിര ഉത്സാഹത്തോടെ വീണ്ടും മുമ്പോട്ട് പോകണം എന്നുള്ളതാണ് ശനിയുടെ ഈ മാറ്റം കൊണ്ട് പറയുന്നത്. കുടുംബകാര്യങ്ങളിൽ പ്രത്യേകിച്ച് സ്വത്ത് തർക്കങ്ങളൊക്കെ ഉയർന്നു വന്നേക്കാം. കുടുംബകാര്യങ്ങളിലേക്ക് നോക്കുമ്പോൾ കുടുംബത്തിൽ എന്തെങ്കിലും ഷെയർ കാര്യങ്ങളൊക്കെ വരുന്നൊരു സാഹചര്യമാണെങ്കിൽ ഈ സമയത്ത് ഒരു ചെറിയ രീതിയിലുള്ള ഒരു കുടുംബക്കാരുമായിട്ട് ചെറിയ അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും എന്ന് മനസ്സിലാക്കി നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ട് ആ ഒരു സന്ദർഭത്തിൽ നമുക്ക് മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിക്കുമെങ്കിൽ ആ ഒരു പ്രശ്നങ്ങളില്ലാതെ അവരുമായിട്ട് രമ്യതയിൽ പരിഹരിച്ച് മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കും. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഈ സമയത്ത് നമ്മൾ എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധാപൂർവം വേണം കൈകാര്യം ചെയ്യാനായിട്ട്. നിങ്ങളുടെ 8, 12, 3 ഭാവങ്ങളെ കൂടി ശനി സ്വാധീനിക്കുന്നുണ്ട്. അത് നിങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്ന ഒരു കാരണമാവാം. നിങ്ങളുടെ 8ാം ഭാവം എന്ന് പറയുമ്പം അത് നമ്മുടെ ആരോഗ്യ ഭാവം കൂടിയാണ്. അപ്പം ആരോഗ്യകാര്യങ്ങൾ കുറച്ചും കൂടെ നമുക്ക് നല്ല രീതിയിൽ മുമ്പോട്ട് പോകാൻ സാധിക്കും. അതായത് കുറേ നാളുകളായിട്ട് അസുഖങ്ങളൊക്കെ അലട്ടി ഇരുന്നവർക്ക് നല്ല ട്രീറ്റ്മെൻറ്റ് ലഭിച്ച് അസുഖങ്ങളൊക്കെ മാറിപ്പോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. പുരോഗതിയെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഇത് സഹായിക്കും. നിങ്ങളുടെ നല്ലൊരു രീതിയിലുള്ള ഒരു പുരോഗതികളൊക്കെ വരാനായിട്ട് വരുമല്ലോ, അതിനൊക്കെ ഒരു പ്രോത്സാഹനം ലഭിക്കാനൊക്കെ ഇത് സാധിക്കും. നിങ്ങളുടെ പരിശ്രമങ്ങളിൽ പൂർണ്ണമായും ഫലം ലഭിക്കാൻ ശ്രദ്ധ ആവശ്യമാണ്. വളരെയധികം ശ്രദ്ധാപൂർവം വേണം എല്ലാ കാര്യങ്ങളും നീക്കാനായിട്ട്. മറ്റുള്ളവരോട് കൂടുതൽ കാര്യങ്ങളൊന്നും ഷെയർ ചെയ്യാതെ എന്താണോ നിങ്ങളുടെ പ്ലാന് അതെല്ലാം മനസ്സിൽ വെച്ച് അതിന് വ്യക്തമായ രീതിയിൽ പരിശ്രമിച്ചാൽ നിങ്ങൾക്ക് അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു ഫലം ലഭിക്കും. പ്രത്യേകിച്ച് വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ കാലയളവ് പ്രത്യേകിച്ചും പ്രതിഫലദായകമാണ്. അതായത് അവർക്ക് നല്ല വിദ്യ കൊണ്ട് ഗുണമുണ്ടാകുന്നൊരു അല്ലെങ്കിൽ നല്ല പരീക്ഷകളൊക്കെ എഴുതുവാണെങ്കിൽ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ അവർക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നൊരു സമയമാണ് ഈ ശനിമാറ്റം മൂലം ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണ് എക്സാം ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം നല്ല രീതിയിൽ പഠിക്കുവാണെങ്കിൽ അതിനുവേണ്ടി ശ്രമിക്കുവാണെങ്കിൽ തീർച്ചയായും ശനി നിങ്ങൾക്ക് അതിൻ്റെ ഫലം തന്നിരിക്കും. അവർക്കും സ്ഥിര ഉത്സാഹമൊക്കെ ആവശ്യമാണ്. അങ്ങനെ തന്നെയാണ് ശനി പറയുന്നത്. അതായത് ശനി അടിവരയിട്ട് പറയുന്നത് നന്നായിട്ട് പരിശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ആഗ്രഹിക്കുന്ന മേഖലയിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കും.
പിന്നെ വിദ്യാർത്ഥികളുടെ കാര്യത്തിലും ഈ ജൂലൈ നവംബർ മാസങ്ങളിലൊക്കെ ആരോഗ്യകാര്യങ്ങളിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഇനി പരിഹാരമായിട്ട് ശനിക്ഷേത്ര സന്ദർശനം, ശിവന് ജലധാര, കൂവളമാല സമർപ്പിക്കുക, ഭാഗ്യസൂക്തം എന്നിവയൊക്കെ നടത്തുക, ശാസ്താവിന് എള്ളുതിരി സമർപ്പിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്ത് വേണ്ട രീതിയിൽ നല്ല രീതിയിൽ തന്നെ പ്രവർത്തിക്കുകയാണെങ്കിൽ ഈ 2025 എന്ന് മാത്രമല്ല 2027 വരെ നിങ്ങൾക്ക് നല്ല ഫലങ്ങളായിരിക്കും ശനി നൽകാൻ പോകുന്നത്.